അതൊന്നും മുഴുവൻ പൊളിഞ്ഞു മുഴുവൊന്നും ചെയ്യില്ല. പക്ഷെ ജിപ്സത്തിന് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പാട് മാത്രമേ വരുള്ളൂ. അതാണ് സിമെന്റും ജിപ്സും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, സാധാരണ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സിമെന്റ് വാങ്ങണം, മണൽ വാങ്ങണം, നനയ്ക്കണം, വൈറ്റ് സിമെന്റ് അടിക്കണം, പൊട്ടി വേണം. 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ജിപ്സം പ്ലാസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാറ്റിനും നമ്മൾ കവർ ചെയ്യും. പ്രിയപ്പെട്ടവർ, ഞാനെന്നുള്ളത് ആമയൂർ, പട്ടാമ്പി ആമയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചൂടുള്ള സമയത്ത് എന്താ പറയുക, നമ്മളൊക്കെ ഇങ്ങനെ വേർത്തൊലിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ജിപ്സം പ്ലാസ്റ്ററിങ് എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ എല്ലാ വീടുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാലാവസ്ഥ വ്യതിയാനം നിമിത്തം പലതരത്തിലുള്ള നമുക്ക് ചൂട് കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾക്ക് പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത വസ്തുക്കൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്പർ 1 കാര്യം അതാണ്. നമ്മൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന വീടുകൾ, അതുപോലെ നമ്മൾ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരുന്ന വീടുകളൊക്കെ ആകുമ്പോൾ പണ്ട് കാലത്ത് വീടുകളിലൊക്കെ ചൂട് വളരെ കുറവായിരുന്നു. അതുപോലെ നമുക്ക് പണ്ടൊന്നും ഫാൻ ഉണ്ടായിരുന്നില്ല, AC ഉണ്ടായിരുന്നില്ല, വളരെ സുഖമായിട്ട് ആൾക്കാർ കിടന്നു തുടങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ACയും ഫാനൊക്കെ വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് നമ്മൾ പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത കെമിക്കൽ സബ്സ്റ്റാൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉപയോഗിച്ച് വീട് പണിയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാചീന കാലം മുതലൊക്കെ തന്നെ ഈജിപ്തിലെ പിരമിഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ജിപ്സം എന്ന് പറയുന്നത്. മണ്ണ് കുഴിച്ചെടുത്താൽ നമ്മുടെ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഒരു പാറയാണ് ജിപ്സം എന്ന് പറയുന്നത്. ഇത് കാൽസ്യം സൾഫേറ്റും ജലം എന്ന 2 പദാർത്ഥങ്ങൾ ഉറച്ച് കല്ലായി കിടക്കുന്നതാണ് ജിപ്സം. ഇത് നമ്മൾ പൊടിച്ച് നമ്മൾ അതിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ തേക്കുമ്പോഴാണ് ജിപ്സം പ്ലാസ്റ്റിക് എന്നുള്ള ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വളരെ പ്രകൃതിദത്തമായിട്ടൊരു മെറ്റീരിയലാണ്. ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജിപ്സം എന്നുള്ള മെറ്റീരിയൽ നമ്മൾ ടാബ്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സിമെന്റിൽ തന്നെ റോ മെറ്റീരിയലായിട്ട് ജിപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് നമ്മൾ പ്ലാസ്റ്റർ ഇടുമ്പോൾ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ജിപ്സ് ഉപയോഗിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ രംഗത്ത് നമ്മൾ ജിപ്സം പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ ഇടക്കാലത്ത് സിമെന്റ് എന്നുള്ള മെറ്റീരിയൽ സാർവത്രികമായിട്ട് ലഭ്യമാവുകയും അതിന്റെ ഉപയോഗം വളരെ കൂടുകയും ചെയ്തപ്പോഴാണ് നമ്മൾ സിമെന്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സിമെന്റ് 1920-ലാണ് കേരളത്തിലേക്ക് സിമെന്റ് വരുന്നത്. ഏകദേശം 100 കൊല്ലത്തെ പഴക്കം സിമെന്റിനുള്ളൂ. അതിനും പഴക്കം ജിപ്സത്തിനുണ്ടായിരുന്നു. പക്ഷേ സിമെന്റ് വരികയും അതിന്റെ മാർക്കറ്റിംഗ് വളരെയധികം നന്നായി നടക്കുകയും ചെയ്തപ്പോൾ സിമെന്റ് അധികം ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ തന്നെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ സാധാരണ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സിമെന്റ് വാങ്ങണം, മണൽ വാങ്ങണം, നനയ്ക്കണം, വൈറ്റ് സിമെന്റ് അടിക്കണം, പൊട്ടി വേണം. 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ജിപ്സം പ്ലാസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഒറ്റ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാറ്റിനും നമ്മൾ കവർ ചെയ്യും. ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമില്ല, വൈറ്റ് സിമെന്റ് അടിക്കേണ്ട ആവശ്യമില്ല, പൊട്ടിടേണ്ട ആവശ്യമില്ല, സിമെന്റും മണലും വേണ്ട. ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് കറക്റ്റ് പുട്ടി ഫിനിഷിംഗിൽ നിങ്ങൾക്ക് കിട്ടും. നല്ല പണി അറിയുന്ന പണിക്കാരും ഉത്തരവാദിത്തമുള്ള കോൺട്രാക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് പുട്ടി ഫിനിഷിംഗിൽ നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾ ലൈറ്റ് ആയിട്ടൊന്ന് പേപ്പർ ഇട്ട് പ്രൈമർ അടിച്ചാൽ മാത്രം മതി. അത്രേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ 10 ദിവസം കൊണ്ട് പണി തരും. നമ്മൾ സിമെന്റ് തേച്ചിട്ട് നമുക്ക് 8 ദിവസം നനയ്ക്കാൻ തന്നെ വേണം. 8 ദിവസം നനയ്ക്കണം, വൈറ്റ് സിമെന്റ് പിന്നെ 3 ദിവസം നനയ്ക്കണം, പിന്നെ പൊട്ടിയിട്ട് അത് പേപ്പർ ഇട്ട് വരുമ്പോഴേക്കും ഒരു 10-15 ദിവസം അങ്ങനെ പോകും. ഇപ്പോൾ ഇവിടെ തൊടുമ്പോൾ നമുക്കറിയാം അത്രയും കൂളാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നെ സിമെന്റ് ചെയ്തിട്ടുള്ള ഭാഗമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം ഇവിടെ ടച്ച് ചെയ്താലാണ് അറിയാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ചൂട് കുറയ്ക്കുന്നത് എന്നുള്ളത് ട്രാൻസ്ഫോമിംഗ് ഹീറ്റിനെ കുറയ്ക്കുകയാണ് ചെയ്തത് ജിപ്സം. കാരണം ജിപ്സത്തിന്റെ ഈ മെറ്റീരിയലിന്റെ അകത്ത് ജലമുണ്ട്. CaSO4H2 എന്നുള്ള മൂലകമാണ് ജിപ്സം എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള ചൂടിനെ ആഗിരണം ചെയ്തിട്ട് ഇത് ഉള്ളിലോട്ട് കടത്തി വിടുന്നത് കുറയ്ക്കും. ട്രാൻസ്ഫോമിംഗ് ഹീറ്റിനെ കുറയ്ക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീടിന്റെ ഉള്ളിൽ ചൂട് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്സിജൻ കണ്ടന്റുള്ള മെറ്റീരിയലാണ്. CaSO4H2 ഓക്സിജൻ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ കാർബൺ എമിഷൻ ഇതിന് കുറവാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമെന്റ് ഇട്ട് ഒരു വീട്, ഒരു അടച്ചിട്ട മുറിയിലേക്ക് നമ്മൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ തുറന്നിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ റിലാക്സ് ആവും. അതിന്റെ കാരണം ആ മുറിയിൽ ക്രമാതീതമായിട്ട് കാർബൺ നിറയുകയും കാർബൺ നിറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ തുറന്നിട്ട് കാറ്റ് കിടക്കുമ്പോൾ കാർബൺ പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. അപ്പോൾ ഈ കാർബൺ എമിഷൻ ഇല്ല എന്നുള്ള അല്ലെങ്കിൽ കുറവാണെന്നുള്ളതാണ് ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ വേറൊരു ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും വീടിൻ്റെ ഉള്ളിൽ. കോസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് പറയാനുള്ളത്? കോസ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ സിമെന്റും മണലും കൂടി തേക്കാൻ നമുക്ക് 30 രൂപ ഏകദേശം ചിലവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊരാളിലേക്ക് നനയ്ക്കാനായിട്ട് 2 രൂപ കാണണം. അപ്പോൾ 32 രൂപയായി. 7 രൂപ നമുക്ക് വൈറ്റ് സിമെന്റ് അടിക്കാനായിട്ട് വേണം. അപ്പോൾ 32 വേണം 39 രൂപയായി. 20-25 രൂപ വേണം 2 കോട്ട് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ. അപ്പോൾ 39, 10, 49, 59, 62, 63 രൂപ നമുക്ക് മൊത്തം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം 45 രൂപയുടെ ഉള്ളിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ പണിയടക്കം കഴിയും. വിത്ത് ഗ്യാരണ്ടി. നമ്മൾ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന ആളോ പൊട്ടിപ്പണി ചെയ്യുന്നവനോ വേറെ ആളോ നമുക്ക് ഗ്യാരണ്ടി തരുന്നില്ല. ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്നവർ നമ്മൾ 10 വർഷത്തെ ഗ്യാരണ്ടി കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത.
അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ മുന്നിലാണ്. ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫിനിഷിംഗ് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു സ്വപ്നസുന്ദരമായ വീടിന്റെ പുറംവശം പോലെ തന്നെ ഇതിന്റെ ഇന്റീരിയറും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇന്റീരിയർ ഫുള്ളായിട്ട് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിംഗിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ആ ഒരു ഫിനിഷിംഗ് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ലിവിംഗിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ചുമരുകളൊക്കെ എന്ത് ഒരു റിഫ്ലക്ഷനും അതുപോലെ തന്നെ എന്ത് ഷാർപ്പായിട്ടാണ് ഇതിന്റെ ഫിനിഷിംഗ്. നോക്കി ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ടോ ആ ഒരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ജിപ്സം വർക്കിലാണ്, ജിപ്സം പ്ലാസ്റ്ററിംഗിലാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേറെ പുട്ടി വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്കൊരു ഉദാഹരണം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കൂളിങ് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ വീടിന് ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട എന്ത് സഹായങ്ങൾക്കും നിങ്ങൾക്ക് എസ ഹോംസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.